വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 7th ഗ്രേഡ് CBSE NCERT മാത്സ് എക്സസൈസ് 9.2ലെ 15th ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ് ഷോൺ ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ. ഇവിടെ ഈ ഫിഗറിൽ ഒരു ഔട്ടർ സർക്കിളും ഒരു ഇന്നർ സർക്കിളും കാണാം. ഈ സർക്കിൾസിൻ്റെ സർക്കംഫറൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലേ, സർക്കിളിൻ്റെ ബൗണ്ടറി ലെങ്ത് ആണ് സർക്കംഫറൻസ്. ഇനി സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല എന്താ? നമുക്കിപ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് തന്നതെങ്കിൽ പൈ ഇൻറ്റു ഡി എന്ന ഫോർമുല യൂസ് ചെയ്യാം. സർക്കിളിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ 2πr യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടല്ലേ, ഒന്ന് 10 മീറ്റേഴ്സ്, അടുത്തത് 19 മീറ്റേഴ്സ്. ഈ മെഷർമെൻറ്റ്സ് ഈ സർക്കിൾസിൻ്റെ റേഡിയസുകളാണോ ഡയമീറ്റേഴ്സ് ആണോ? ഇവിടെ ഈ 19 മീറ്റേഴ്സ് എന്നത് ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ ഈ ഔട്ടർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? C = 2πr. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ എത്രയാ? 3.14 ഇൻറ്റു റേഡിയസ് ഇവിടെ എത്രയാണ് ഔട്ടർ സർക്കിളിൻ്റെ? 19 മീറ്റേഴ്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ടർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കിട്ടും. ഇനി ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുവാൻ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയാമീറ്റർ അറിഞ്ഞിരിക്കണം അല്ലേ? ഇനി അതെങ്ങനെ കിട്ടും? ഇവിടെ ഈ ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് എന്നത് ഇത്രയും ലെങ്ത് അല്ലേ? ഈ ലെങ്ത് കിട്ടിയാൽ നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. അതിന് നമുക്കിവിടെ അറിയാം ഇത്രയും ലെങ്ത്ത് എത്രയാ? 19 മീറ്റേഴ്സാണ്. അപ്പോൾ ഈ 19 മീറ്റേഴ്സിൽ നിന്ന് ഇത്രയും ലെങ്ത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. അതിന് നമുക്ക് ഈ ലെങ്ത്ത് അറിഞ്ഞിരിക്കണം. അതെത്രയാ? 10 മീറ്റേഴ്സ് അല്ലേ? സോ റേഡിയസ് ഓഫ് ദ ഇന്നർ സർക്കിൾ ഈക്വൽ ടു എത്രയാ? 19 മീറ്റേഴ്സ് മൈനസ് 10 മീറ്റേഴ്സ് ഈക്വൽ ടു 9 മീറ്റേഴ്സ്. Therefore circumference equal to 2πr, that is equal to 2 into pi is 3.14 into radius എത്രയാ? 9 മീറ്റേഴ്സ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കിട്ടും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. റേഡിയസ് ഓഫ് ദ outer circle equal to 19 meters. Circumference of the outer circle equal to formula എന്താ? 2πr, that is equal to 2 into pi is 3.14 into റേഡിയസ് 19 മീറ്റേഴ്സ്. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 2 ഇൻറ്റു 19 ചെയ്യാം. എത്രയാ? 38. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 38 മീറ്റേഴ്സ്. ഇനി നമുക്ക് 3.14ഉം 38ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 314 ഇൻറ്റു 38. 8 4s are 32, 8 1s are 8, 8 plus 3 11, 8 3s are 24 plus 1 25, 3 4s are 12, 3 1s are 3 plus 1 4, 3 3s are 9. Adding 2 plus 1 3, 4 plus 5 9, 9 plus 2 11. That is 3.14 into 38 equal to 11932. അടുത്ത നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് 3.14ൽ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യുക. 1 2 ഡെസിമൽ ഇവിടെ ഇടാം. ദാറ്റ് മച്ച് മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഔട്ടർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 119.32 meters. ഇനി നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം.
radius of the inner circle equal to എത്രയാ റേഡിയസ് 19 meters minus 10 meters, that is equal to 9 meters. Circumference of the inner circle equal to formula എന്താ 2 pi r, that is equal to 2 into 3.14 into radius is 9 meters, that is equal to 2 into 9 എത്രയാ 18. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 3.14 into 18 meters. ഇനി നമുക്ക് 3.14ഉം 18ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 314 into 18, 8 4s are 32, 8 1s are 8, 8 plus 3 11, 8 3s are 24 plus 1 25, 1 4s are 4, 1 1s are 1, 1 3s are 3. Adding 2, 4 plus 1 5, 1 plus 5 6, 3 plus 2 5, that is equal to 5 6 5 2. ഇനി നമുക്ക് ഡെസിമൽ എണ്ണം. അപ്പോൾ 3.14ൽ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇവിടെ ഡെസിമൽ ഇടാം. ദാറ്റ് മച്ച് മീറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്ര ആയിട്ടിരിക്കുന്നത് 56.52 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ തന്നിട്ടുള്ള ഇന്നർ സർക്കിളിൻ്റെയും ഔട്ടർ സർക്കിളിൻ്റെയും സർക്കംഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.